Hi, in this section, we are going to cover racing seconds, part 3, seconds elapsed. So, here we are going to cover seconds elapsed. So, how to calculate the seconds elapsed? So, when you look at this clock, there are three hands are there. നമുക്ക് ഇവിടെ ത്രീ ഹാൻഡ്സ് കാണാൻ പറ്റും ക്ലോക്കിന്. ഏതൊക്കെ ത്രീ ഹാൻഡ്സ്? സോ ഫസ്റ്റ് വൺ ഈസ് ദിസ് ഈസ് കോൾഡ് അവർ ഹാൻഡ്. ദിസ് ഈസ് അവർ ഹാൻഡ്. നമ്മൾ അവർ ഹാൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഷോർട്ട് ഇറ്റ് ഈസ് ഷോർട്ട്, സ്മോൾ, ഷോർട്ട് ആണ്, അധികം ഹൈറ്റ് ഇല്ല. ഇറ്റ് ഈസ് വെരി ഷോർട്ട് ആൻഡ് ഇറ്റ് ഈസ് തിക്ക് തിക്കാണ് അല്ലേ? ഇത്രയും വീതിയുണ്ട് നമ്മുടെ അവർ ഹാൻഡിന്. സോ നെക്സ്റ്റ് ഹാൻഡ് ഇവിടെ നോക്കേ, ദിസ് ഈസ് അവർ നെക്സ്റ്റ് ഹാൻഡ്. ഈ ഹാൻഡ് എന്ന് പറയണതാണ് മിനിറ്റ് ഹാൻഡ്. അപ്പൊ നമ്മൾ മിനിറ്റ് ഹാൻഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഇറ്റ് ഈസ് എ ലോങ് ഹാൻഡ്. ഈ നെക്സ്റ്റ് ഹാൻഡ് നമ്മളുടെ സെക്കൻഡ്സ് ഹാൻഡ്. ഇതാണ് നമ്മുടെ സെക്കൻഡ്സ് ഹാൻഡ്. സെക്കൻഡ്സ് ഹാൻഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ഡിഫറൻസ് കാണാൻ പറ്റുന്നത്? സെക്കൻഡ്സ് ഹാൻഡ് ഈസ് വെരി ലോങ് ആൻഡ് തിൻ. അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്ന സെക്കൻഡ്സ് ഇലാപ്സിൽ നമ്മൾ നോക്കേണ്ടത് ഈ സെക്കൻഡ്സ് ഹാൻഡ് മാത്രം നോക്കിയാൽ മതി. ഈ സെക്കൻഡ്സ് ഹാൻഡ്സ് എന്തോരം മൂവ് ഫോർവേഡ് ചെയ്തു. സോ നമുക്ക് അത് കൗണ്ട് ചെയ്യണം. ഹൗ മച്ച് ഇറ്റ് മൂവ് ഫോർവേഡ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇവിടെ സെക്കൻഡ്സ് ഹാൻഡ്സ് 12-ലാണെന്നുണ്ടെങ്കിൽ സോ ഇപ്പോൾ അത് 3-ലേക്ക് മൂവ് ചെയ്തു. ഇഫ് ഇറ്റ് മൂവ്സ് ടു 3 or if it is moves to 1. So we have to count initially അതെവിടെയായിരുന്നു? 12-ലായിരുന്നു. 12-ന്ന് 1-ലേക്ക് സെക്കൻഡ് ഹാൻഡ് മൂവ് ചെയ്തു. സോ വി നീഡ് ടു കൗണ്ട് ഹൗ മെനി സെക്കൻഡ്സ് elapsed. സോ നമ്മൾ 12-ന്ന് how much steps it move forward, how much steps it move forward, that we have to count. How much steps it move forward, that we have to count. Seconds hand, move forward by how many steps, that is what we have to count. So here you look from 12 to 1 step, 2 step, 3 step, 4 step, 5 steps. So what is the seconds elapsed? 5 seconds. അപ്പോൾ നമ്മൾ seconds elapsed കണ്ടുപിടിക്കാൻ വേണ്ടി we need to figure out how many steps the second hand. നമ്മളിവിടെ seconds hand മാത്രം നോക്കിയാൽ മതി. How many steps the second hand move forward. ഇപ്പൊ ഇവിടെ നോക്കി, ഇവിടെ 1-ന് നമ്മുടെ seconds hand, if it move forward, seconds hand move forward to 5-ലെത്തി എന്ന് വിചാരിച്ചോ. 5-ലെത്തി നമ്മുടെ സെക്കൻഡ്സ് ഹാൻഡ്. അപ്പൊ നമുക്ക് എത്ര സെക്കൻഡ്സ് ഇറ്റ് മൂവ് ഫോർവേഡ് ചെയ്തെന്ന് അറിയണം. സോ വി നീഡ് ടു കൗണ്ട് ഫ്രം 1-ലായിരുന്നു. ഫ്രം 1 ഹൗ മെനി സ്റ്റെപ്സ് ഇറ്റ് മൂവ് ഫോർവേഡ്, ഹൗ മെനി സ്റ്റെപ്സ് ഇറ്റ് മൂവ് ഫോർവേഡ്, എത്ര സ്റ്റെപ്സ് ഇറ്റ് മൂവ് ഫോർവേഡ് ചെയ്തെന്ന് വി നീഡ് ടു ഫിഗർ ഔട്ട്. സോ ഫ്രം 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. So it moves forward by 20 steps. So how many seconds it elapsed? 20 seconds. It elapsed
20 seconds. So you want to count ആ ഒരു കുഞ്ഞ് ഡിവിഷനിൽ ഓരോ സ്റ്റെപ്പ് എന്തോരം മൂവ് ചെയ്തെന്ന് കൗണ്ട് ചെയ്യുക. So you will get how many seconds elapsed. Rani took dash second to get out of her bed. Rani took dash second to get out of. റാണി എത്ര സെക്കൻഡ്സ് എടുത്തു ബെഡിന്ന് എണീക്കാൻ. അപ്പോൾ അവിടെ നമ്മൾ സെക്കൻഡ്സ് ഹാൻഡ് മാത്രം നോക്കിയാൽ മതി. വേറെ അവർ ആൻഡ് മിനിറ്റ് ഹാൻഡ് വി ഡോണ്ട് നീഡ് ടു ചെക്ക്. അപ്പോൾ ഇനീഷ്യലി അത് 12-ലായിരുന്നു. അപ്പോൾ 12-ന്ന് വി നീഡ് ടു മൂവ് ഫോർവേഡ്. 1-ൽ എത്താൻ വേണ്ടി എന്തോരം സെക്കൻഡ്സ് എടുത്തെന്ന് നോക്കാം. സോ 1, 2, 3, 4, 5 seconds. അപ്പോൾ എത്ര സെക്കൻഡ്സ് എടുത്തു? 5 seconds. റാണി took 5 seconds. അപ്പൊ നമ്മൾ മിനിറ്റ് ഹാൻഡ് അവർ ഹാൻഡ് ഇതിൽ നോക്കണ്ട. നമുക്ക് നോക്കേണ്ടത് സെക്കൻഡ്സ് ഹാൻഡ് മാത്രം നോക്കിയാൽ മതി. അപ്പൊ സെക്കൻഡ്സ് ഹാൻഡ് സ്റ്റാർട്ട് ചെയ്തത് 12-നായിരുന്നു, എൻഡ് ചെയ്തത് 1-ലായിരുന്നു. അപ്പോൾ 12-ന്ന് 1 വരെ മൂവ് ചെയ്യാൻ നമ്മൾ എത്ര സ്റ്റെപ്സ് ഇറ്റ് മൂവ് ഫോർവേഡ്. നമ്മൾ ബാക്ക്വേർഡ് കൗണ്ട് ചെയ്യില്ല. വി ഓൾവേസ് കൗണ്ട് ഫോർവേഡ്. ഓൾവേസ് counts forward. So we need to move, count forward only. We don't count it backward. Backward count ചെയ്യത്തില്ല. We only count forward. അപ്പോൾ നമ്മൾ ഇതിൽ സെക്കൻഡ്സ് ഹാൻഡ് മാത്രം നോക്കിയാൽ മതി. മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡ് നോക്കണ്ട. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് എൻഡ് സെക്കൻഡ് വരെ എന്തോരം മൂവ് ഫോർവേഡ് ചെയ്തെന്ന് നോക്കാം. So next question. Raghav took dash second to move from his room to the kitchen. അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന 12-ലായിരുന്നു, എൻഡ് ചെയ്യുന്ന 3-ലാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഫ്രം 12 to 3 എത്ര സെക്കൻഡ്സ് എടുത്തെന്ന് നോക്കാം. അപ്പൊ നമ്മൾ കൗണ്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. അപ്പോൾ രാഘവ് ടു 15 സെക്കൻഡ്സ്. അപ്പോൾ നമ്മൾ സെക്കൻഡ്സ് ഹാൻഡ് മാത്രം കൗണ്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. നമ്മൾ വേറെ ഒന്നും നോക്കണ്ട. ഇവിടെ രാഘവ് ടു ഡാഷ് സെക്കൻഡ് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യനിൽ നമ്മൾ എങ്ങനെയാണ് സെക്കൻഡ് ആണോ അവർ ആണോ മിനിറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അവിടെ ഡാഷ് രാഘവ് ടുക്ക് ഡാഷ് സെക്കൻഡ്, ആ ഡാഷ് കഴിഞ്ഞിട്ട് സെക്കൻഡ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വൈ വി നീഡ് ടു ചെക്ക്. നമ്മൾ സെക്കൻഡ്സ് ഇലാപ്സ് ചെയ്തേക്കുന്ന പ്രോബ്ലം ആണെന്ന് മനസ്സിലാവുന്ന. സെക്കൻഡ്സ്, അവേഴ്സ്, മിനിറ്റ്സ് അല്ല, സെക്കൻഡ്സ് ഇലാപ്സ് ചെയ്തേക്കുന്ന പ്രോബ്ലം ആണെന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് പ്രോബ്ലം. Okay. Rico took 20 seconds to read a sentence in his book. അപ്പോൾ നമ്മൾ ഇവിടെ ഈ നെക്സ്റ്റ് ക്ലോക്കിൽ സെക്കൻഡ്സ് മാർക്ക് ചെയ്യാം. അപ്പൊ 20 സെക്കൻഡ്സ് ആണ് രഘു ടുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് സെക്കൻഡ്സ് സ്റ്റാർട്ട് ടൈം ചെയ്തേക്കുന്നത് 9-ലാണ്. അപ്പൊ നമുക്ക് എവിടെയാണ് എൻഡ് ടൈം കണ്ടുപിടിക്കണം. അപ്പൊ 20 സെക്കൻഡ്സ് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ 9-ന്ന് നമ്മൾ 20 സെക്കൻഡ്സ് മൂവ് ഫോർവേഡ് ചെയ്യാം. മൂവ് ഫോർവേഡ് 20 seconds. Move forward 20 seconds. So from 9, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. അപ്പൊ എവിടെയാ സെക്കൻഡ്സ് ഹാൻഡ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്? 22-ൽ വരും. 20 സെക്കൻഡ്സ് വരുമ്പോൾ സെക്കൻഡ്സ് ഹാൻഡ് ഇറ്റ് വിൽ. സോ Riku took 20 seconds to read a sentence in his book. So 20 seconds lapse ചെയ്യുമ്പോൾ
it will reach on 1-ല് സെക്കൻഡ്സ് ആൻഡ് റീച്ച് ചെയ്യും. അപ്പൊ അതുപോലെ തന്നെ സോ ഇത് ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പൊ റിമൈനിങ് ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സോ റാണി took 30 seconds to color a rectangle. അപ്പൊ നമ്മൾ 11ലാണ്. 11ന് നെക്സ്റ്റ് 30 seconds കൗണ്ട് ചെയ്യുക. സെക്കൻഡ്സ് ആൻഡ് വിൽ ബി ഓൺ ദ. Ritu took dash second to pick up a piece of paper. അപ്പൊ start time is here. Start time ന് end time വരെ end time 6ലാണ്. അപ്പൊ എത്ര സെക്കൻഡ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാം. So Rani took dash second to wash his spoon and plate. സ്റ്റാർട്ട് ടൈമിന് എൻഡ് ടൈമിലേക്ക് എന്തോരം ഡിസ്റ്റൻസ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഫ്രം സ്റ്റാർട്ട് ടൈം ടു എൻഡ് ടൈം എത്ര സെക്കൻഡ്സ് ഉണ്ടെന്ന് നോക്കാം. ദേവി took dash seconds to open his bag. സ്റ്റാർട്ട് ടൈം എൻഡ് ടൈം നോക്കി ആൻസർ കണ്ടുപിടിക്കാം. സൂര്യ took dash second to blink his eyes. അപ്പൊ എത്ര സെക്കൻഡ്സ് ഉണ്ടെന്ന് നോക്കാം. ആദി took dash second to solve a maths problem. എത്ര സെക്കൻഡ്സ് വരുമെന്ന് നോക്കാം. പവിത്ര took dash second to open her lunch box. സ്റ്റാർട്ട് ടൈം എൻഡ് ടൈം നോക്കിയിട്ട് എത്ര സെക്കൻഡ്സ് വരുമെന്ന് നോക്കാം. അജയ് took dash second to drink milk. സ്റ്റാർട്ട് ടൈം എൻഡ് ടൈം നോക്കിയിട്ട് എത്ര സെക്കൻഡ്സ് ഉണ്ടെന്ന് നോക്കാം.